Hello my angels, welcome back to our channel. ഞാൻ Shalu Vinu. ഇന്ന് നമുക്കൊരു ഇന്ത്യൻ സോഫ്റ്റ് ഗ്ലാം മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇത് എല്ലാ ട്രഡീഷണൽ അറ്റയറിൻ്റെ കൂടെയും സെറ്റ് ആവുന്ന ഒരു മേക്കപ്പ് ആണ്. ട്രഡീഷണൽ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ അറ്റയറിൻ്റെ കൂടെയും സെറ്റ് ആവുന്നതാണ്. ബട്ട് ഇന്ന് ഞാൻ ട്രഡീഷണൽ അറ്റയറിൻ്റെ കൂടെ എങ്ങനെയാണ് ഈ സോഫ്റ്റ് ഗ്ലാം മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് കൂടാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ലിപ് ബാം എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ലിപ്പ് ഒന്ന് പ്രിപ്പ് ചെയ്യാണ്. സോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ലിപ് ബാം വെച്ചിട്ടും നിങ്ങൾക്ക് ലിപ്പ് ഒന്ന് പ്രിപ്പ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ബോഷ്യയുടെ ഒരു മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യാണ്. നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആക്കി തന്നെ വെക്കണം. സോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ്സ് ടു 1 മിനിറ്റ് നല്ലതുപോലെ ഞാനൊരു മസാജ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബ്ലഡ് ഫ്ലോയും വരും. ആ ബ്ലഡ് സർക്കുലേഷൻ കാരണം നമുക്ക് നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ ഈ മേക്കപ്പിൽ കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാൻ പ്രൈമറാണ് ഇടുന്നത്. ഞാൻ NYXിൻ്റെ ഹൈഡ്ര ടച്ച് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. സോ ഒരല്പം പ്രൈമർ ഫേസിൽ ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു മസാജ് ഒന്നുകൂടെ കൊടുക്കുകയാണ് കേട്ടോ. സോ ഇത് ബേസിക്കലി ഒരു ബേസ് കോട്ട് മാതിരിയാണ്. നമ്മുടെ മേക്കപ്പ് ഒക്കെ കുറേ ലാസ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും, നല്ലപോലെ സെറ്റ് ആവും. ഇനി ഞാനിവിടെ മേബിലൈൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. ഇത് 322 വാം ഹണി എന്നുള്ള ഷെയ്ഡാണ്. ഈ ഒരു ഫൗണ്ടേഷൻ നല്ലൊരു കവറേജും തരും. നല്ല ഫ്ലോലെസ് ഫൗണ്ടേഷനാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡ്രഗ് സ്റ്റോർ ഫൗണ്ടേഷനാണ് കേട്ടോ ഇത്. സോ ഞാനൊരു ഡാം ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഫിംഗേഴ്സ് വെച്ചിട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഐബ്രോ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാക്കിൻ്റെ ഡിപ്ഡൗൺ ആണ് എടുക്കുന്നത്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. സോ ജസ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നമുക്കൊരു ഡ്രമാറ്റിക് ലുക്ക് വേണ്ട. ഇതൊരു സോഫ്റ്റ് ഗ്ലാം മേക്കപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. സോ ഞാൻ ഐബ്രോ രണ്ടും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കൺസീലറാണ്. NYXിൻ്റെ HD സ്റ്റുഡിയോ ഫോട്ടോജെനിക് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് CW04. സോ എവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യണോ അവിടെയൊക്കെ നമുക്ക് ഈ കൺസീലർ അപ്ലൈ ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ താഴെയായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ചീക്ക് ബോണിൻ്റെ താഴെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നൊരു ഫീല് കിട്ടും. ആൻഡ് ദെൻ ഫോർഹെഡിലും നോസിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്തതിന് താഴെയും മുകളിലുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോഴേ നമുക്ക് ശരിക്കും ഐബ്രോയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കുള്ളൂ. ഇനി ഞാൻ ഈ കൺസീലർ ഒരു ഐഷാഡോ പ്രൈമറായിട്ടൂടെ യൂസ് ചെയ്യാണ് കേട്ടോ. ഇനി ഒരു ഡാം ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് ഞാനിതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഐഷാഡോ പ്രൈമർ കൂടെ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ കൺസീലർ യൂസ് ചെയ്യാണ്. ശരിക്കും കൺസീലറാണ് കുറച്ചുകൂടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഫേസിൽ ഇപ്പം തന്നെ നമുക്കൊരു നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് മേബിലൈൻ്റെ ഫിറ്റ് മീ ലൂസ് പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത്. സോ ഹൈലൈറ്റ് ചെയ്ത എല്ലായിടത്തും ഞാൻ ഈ ലൂസ് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ അർബൻ ഡിക്കേൻ്റെ ലൈറ്റ്ബീം ഐഷാഡോ പാലറ്റിൽ ആദ്യം തന്നെ വൈബ് എന്നുള്ള കളറാണ് എടുക്കുന്നത്. ഞാനൊരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ക്രീസിൽ ഒരു സർക്കുലർ മോഷനിലൊന്ന് അപ്ലൈ ചെയ്യണേ. സോ ബേസിക്കലി കുറച്ച് ഷെയ്ഡ് കുറഞ്ഞ ഒരു കളറാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത്. ബ്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കളറിൻ്റെ കൂടെയും നല്ലതുപോലെ ബ്ലെൻഡ് ആവുന്ന ഒരു ഷെയ്ഡാണ്. സോ ജസ്റ്റ് ക്രീസിലും ഔട്ടർ കോർണറിലും ഞാനൊന്ന് ലൈറ്റായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. ഇതിലെ തന്നെ ഇൻഫ്ലുവൻസ് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണിത്.
അത് കുറച്ചുകൂടെ ചെറിയൊരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ഞാൻ ഔട്ടർ കോർണറിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ അപ്പം നമ്മുടെ കണ്ണൊക്കെ നല്ലതുപോലെ ഒരു ഡിഫൈൻഡ് ആയിട്ട് കാണാൻ പറ്റും. സോ ഞാൻ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഔട്ടർ കോർണറിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിന് മുകളിലായിട്ട് ഫിംഗർ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യണേ. ഇന്നർ കോർണറിലും ക്രീസിലും ഞാനത് അപ്ലൈ ചെയ്യണം. അതൊരു സോഫ്റ്റ് ലുക്ക് ശരിക്കും നമുക്ക് തരും. ഇനിയിപ്പോൾ ഞാൻ ലാൻകമിൻ്റെ സ്റ്റാർലൈറ്റ് സ്പാർക്കിൾ ഐഷാഡോ പാലറ്റ് എടുക്കുകയാണ്. ഇതിൽ ടോപ്പ് ക്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈലൈറ്റർ ഉണ്ട്. അത് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ക്രീസിൽ അപ്ലൈ ചെയ്യാണ്. സോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഔട്ടർ കോർണർ വരെ അപ്ലൈ ചെയ്യുന്നില്ല, ഔട്ടർ കോർണറിന് അടുത്ത് വരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. സോ അപ്പോൾ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ലുക്ക് അത് തരും. ഇനി ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ഞാൻ ഈ ക്രീസിന് മുകളിലായിട്ടും ഔട്ടർ കോർണറും ഒന്ന് ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് വിടുകയാണ്. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലുക്ക് നമ്മുടെ കണ്ണിന് കിട്ടും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാർക്കർ ഷെയ്ഡ് തന്നെ എടുത്തിട്ട് കണ്ണിന് താഴെയായിട്ട് അപ്ലൈ ചെയ്യാണ്. സോ ബേസിക്കലി നിങ്ങൾ ഏത് ഡാർക്കർ ഷെയ്ഡ് എടുക്കുന്നോ അതേ ഷെയ്ഡ് തന്നെ കണ്ണിന് താഴെ എഴുതിയാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി ഒരു പൗഡർ ബ്രഷ് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത പൗഡറൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് പാറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആദ്യം എടുത്ത ലാൻകമിലെ തന്നെ ടോപ്പ് ക്രീസ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റർ എടുത്തിട്ട് ഇന്നർ കോർണറിലും അതേപോലെ തന്നെ ഞാൻ ബ്രൗ ബോണിലും ഒന്ന് അപ്ലൈ ചെയ്യാണ്. സോ ഇത് നല്ലതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോയും നല്ലതുപോലെ എൻഹാൻസ് ചെയ്ത് കാണിക്കും, കണ്ണും നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഐലൈനർ ഫേസസിൻ്റെ കാനഡ അൾട്ടൈം പ്രോ ആണ്. ഞാനിവിടെ വിങ്ഡ് ലൈനർ ഒന്നും എഴുതുന്നില്ല. സോ ജസ്റ്റ് ഞാനത് നോർമലി അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഇന്നർ കോർണറിൽ നിന്നും ഔട്ടർ കോർണർ വരെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുകയാണ്. സോ ഒരുപാട് തിക്കായിട്ട് ഞാൻ എഴുതുന്നില്ല, ഒരുപാട് തിന്നായിട്ടും അല്ല എഴുതുന്നത്, ഒരു മീഡിയം റേഞ്ചിലാണ് കേട്ടോ ഞാൻ ഈ ഐലൈനർ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഐഷാഡോ കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ, അപ്പോഴും നല്ലൊരു ലുക്കായിരിക്കും കിട്ടുക. അടുത്തതായിട്ട് ഞാൻ നിക്സിൻ്റെ വണ്ടർ പെൻസിൽ എടുക്കുന്നുണ്ട്. ഇത് WP03 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. സോ അത് ഞാൻ കണ്ണിൻ്റെ ഇന്നർ കോർണറിലൊന്ന് അപ്ലൈ ചെയ്യാണ്. ഇത് നമുക്ക് കൺസീലറായിട്ടും കറക്റ്ററായിട്ടും അതേപോലെ തന്നെ കണ്ണിനെ ഇന്നർ കോർണറിലൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു പെൻസിലാണ്. ഇനി മസ്കാര അപ്ലൈ ചെയ്യാം. ഞാനിവിടെ സംപ്ച്യൂസ് എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരയാണ് എടുക്കുന്നത്. സോ അത് ഞാൻ കണ്ണിൽ നല്ലതുപോലെ ഒരു കോട്ട് അപ്ലൈ ചെയ്തിടുന്നുണ്ട്. ഇനിയിപ്പോൾ ലാഷസിന് വേണ്ടിയിട്ട് ഞാൻ ഫുൾ ലാഷ് അപ്ലൈ ചെയ്യുന്നില്ല. ഈ ലാഷ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഹാഫ് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അത് ഞാൻ ഔട്ടർ കോർണർ മുതൽ മിഡിൽ വരെ മാത്രമേ ഒന്ന് ആ ലാഷ് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. ബിക്കോസ് നമ്മളിത് സോഫ്റ്റ് ഗ്ലാം ലുക്ക് ആയതുകൊണ്ട് ഒരുപാട് ഡ്രമാറ്റിക്കൽ ലുക്കിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ഗിവ് എ ബ്യൂട്ടിഫുൾ ഐ ലുക്ക്. ഇനി കോൺടോറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 3D കോൺടോർ ആർട്ടിസ്റ്റ് എന്നിട്ടുള്ള ഒരു പാലറ്റാണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് ഈ ക്രീം കോൺടോർ ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ചീക്ക് ബോൺസിന് താഴെയായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരുപാട് അങ്ങ് കോൺടോർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുത്താൽ മതിയാവും. സോ ഞാൻ ചിന്നിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫോർഹെഡിൽ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോസ് കോൺടോറും ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും കോൺടോറിങ് താല്പര്യമില്ല ഈ സോഫ്റ്റ് ഗ്ലാം ലുക്കിലെങ്കിൽ ജസ്റ്റ് ബ്രോൺസർ മാത്രം അപ്ലൈ ചെയ്താലും മതിയാവും. സോ ഞാൻ നല്ലൊരു ഡിഫൈൻഡ് ലുക്ക് നമ്മുടെ ഫേസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൈറ്റായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയൊരു ഡെം ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണേ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ലൈറ്റായിട്ട് ബ്രോൺസർ അപ്ലൈ ചെയ്യാം. സോ ബ്രോൺസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സൺ കിസ്ഡ് ലുക്ക് നമുക്കിതിൽ കിട്ടും.
ഇനി അതേ ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് ഞാൻ നോസും ഒന്ന് ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ബ്ലഷ് എടുക്കുന്നത് ലാൻകമിൻ്റെ സ്റ്റാർലൈറ്റ് സ്പാർക്കിൾ ഫേസ് പാലറ്റിൽ റേഡിയൻ റോസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. സോ ഞാനത് ചീക്ക് ബോണിൽ നമ്മൾ കോൺടൂറിങ് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതേ പാലറ്റിൽ തന്നെ ഹൈലൈറ്ററാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അത് ഞാൻ ചീക്ക് ബോൺസിന് മുകളിലായിട്ടും അതേപോലെ തന്നെ ഞാൻ നോസിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പർ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി നിങ്ങൾക്ക് എവിടെയൊക്കെ കുറച്ച് നല്ലതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണോ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഫാൻ ബ്രഷാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഫോർഹെഡിലും ലൈറ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നിക്സിൻ്റെ മാറ്റ് ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. ഐ ജസ്റ്റ് ലവ് ദിസ് പ്രോഡക്റ്റ്. നമുക്ക് പ്രോപ്പറായിട്ടൊരു മാറ്റ് ഫിനിഷ് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ തരും. ഇനിയിപ്പോൾ ലിപ്പ് ലൈനറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് മേബിലൈൻ്റെ വെരി ചെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. ഇത് മേബിലൈൻ്റെ കളർ സെൻസേഷൻ്റെ ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ആ ലിപ്പ് ഒന്ന് ലൈറ്റായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലൈറ്റായിട്ട് ഞാനിതൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ് അല്ല ഞാനിവിടെ ലിപ്പിന് കൊടുക്കുന്നത്. ഇതൊരു സോഫ്റ്റ് ഗ്ലാം ലുക്ക് ആയതുകൊണ്ട് ഞാനൊരു സോഫ്റ്റ് ഷെയ്ഡ് തന്നെയാണ് എടുക്കുന്നത്. എസ്തേ ലോഡറിൻ്റെ പ്യോർ കളർ എൻവി എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. ഇതൊരു പീച്ച് ഷെയ്ഡാണ്. സോ ഈ ലിപ്സ്റ്റിക്കാണ് ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂഡ് ഷെയ്ഡ് വേണമെങ്കിലും ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് കൊടുക്കാം ലിപ്സ്റ്റിക്ക്. ഒന്നിൽ ഒരു ലൈറ്റായിട്ടുള്ളൊരു പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു പീച്ച്, അതും അല്ലെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡ് നല്ലതുപോലെ ഈ സോഫ്റ്റ് ഗ്ലാം ലുക്കിന് പോവും. ടടാ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന നല്ല കിഡിലനൊരു മേക്കപ്പ് ലുക്കാണിത്. ട്രഡീഷണൽ മാത്രമല്ല, മോഡേൺ വെയറിൻ്റെ കൂടെ കാഷ്വൽ വെയറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ടാഗ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലുമൊക്കെ മേക്കപ്പ് ലുക്സ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഫീഡ്ബാക്ക് തരാനും മറക്കല്ലേ. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.